ഹലോ ഹായ്. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അഥവാ ഡൊമിനിക്കും സ്ത്രീയുടെ പേഴ്സും. ഗൗതം വാസുദേവ മേനോൻ ഡയറക്റ്റ് ചെയ്ത സിനിമ. മമ്മൂട്ടി കമ്പനി എന്ന ഒരു ടാഗ് ലൈൻ തന്നെയാണ് നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ നിരാശയോടെ പറയട്ടെ, എനിക്ക് ഒട്ടും വർക്കായില്ല. സിനിമ ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ഗണത്തിലേക്ക് കൊണ്ടുവെക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ എന്ന വാക്കെടുത്ത് കളയേണ്ടി വരും. കാരണം ത്രില്ലിംഗ് എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു എൻഗേജിങ് എലമെന്റ്സ് സിനിമയിലില്ല. പലപ്പോഴും ഒരു 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 എന്താ പറയുക, ഒരു ഡിറ്റക്റ്റീവ് സീരിയൽ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു പരിപാടിയായിരുന്നു. എൻഗേജിങ് ആയിട്ടുള്ള എലമെന്റ്സ് സിനിമയിലില്ല. സിനിമ തുടങ്ങുമ്പോൾ തുടക്കം ഗംഭീര തുടക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു ഡാഡി കൂൾ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മമ്മൂക്കയുടെ തന്നെ സിനിമ വിജയിച്ചില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സിനിമയുടെ തുടക്കമൊക്കെ. നല്ല രസമായിട്ടൊക്കെ തുടങ്ങി. സിദ്ദിഖിൻ്റെയൊക്കെ ഒരു ചെറിയൊരു, സിദ്ദിഖ് വളരെ ചെറിയ കുറച്ച് സീൻസേ ഉള്ളെങ്കിലും ഒരു കോമഡി പരിപാടിയൊക്കെ, മമ്മൂക്കയുടെയും കോമഡി പരിപാടിയൊക്കെ നന്നായിട്ട് വർക്കായി. പിന്നെ അവിടെ നിന്ന് അങ്ങ് സിനിമ തുടങ്ങി ഒരു ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങി. ഒരു പ്രധാനപ്പെട്ട സിനിമയുടെ പ്രധാന ത്രെഡിലേക്ക് എത്തിയപ്പോഴേക്കും സിനിമ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സീരിയൽ കണ്ട ഒരവസ്ഥയായിരുന്നു. നമ്മൾ സീരിയലിൻ്റെ ഓരോ എപ്പിസോഡുകളുണ്ടല്ലോ, എന്താ പറയുക, ഓരോ എപ്പിസോഡിൻ്റെയും എൻഡിൽ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു സാധനം കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ഒരാഴ്ചക്കുള്ള എപ്പിസോഡുകളെല്ലാം കൂടി കൂട്ടി ഒരു 2.5 മണിക്കൂർ സിനിമയാക്കി ഇറക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സിൽ പോലും എന്തൊക്കെയോ സംഭവിക്കും എന്ന് തോന്നി, പക്ഷേ നിരാശ സമ്മാനിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഏറ്റവും നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് എഴുതി വെക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മിസ്റ്ററി ത്രില്ലറൊക്കെ പറയുമ്പോൾ പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറേ ക്യാരക്ടറിനെ കൊണ്ടുവരിക, എന്നിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ക്യാരക്ടറൊക്കെ ഇല്ല, ആ ക്യാരക്ടർ എവിടെ പോയി എന്ന് അറിയാൻ പാടില്ല. അങ്ങനത്തെ കുറേ വിജയ് ബാബുവിൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ വിനീത്, അങ്ങനെ ഷൈം ഡോൺ ചാക്കോ, അങ്ങനത്തെ കുറേ ക്യാരക്ടറിനൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം, ഇതിങ്ങനെ വലിച്ച് സീരിയലിനേക്കാൾ ദുരന്തമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിങ്ങനെ ഓരോ എപ്പിസോഡ് ഇങ്ങനെ കുറേ എപ്പിസോഡ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു സിനിമ ആക്കിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സൂരജ് രാജനും കൂടിയാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒപ്പം ഗൗതം വാസുദേവ മേനോനും കൂടിയുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി വിഷ്ണുദേവ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദാർബുക്ക ശിവ, അങ്ങനെയാണ് കിടക്കുന്നത്. എനിക്ക് ആളെ അത്ര പിടുത്തം കിട്ടിയിട്ടില്ല. മ്യൂസിക് ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിൽ താഴെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്യാമറ പരിപാടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ കളറിങ് പാലറ്റൊക്കെ എനിക്ക് എന്തോ ഒരു സുഖം അത്ര സുഖിച്ചില്ല. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം വളരെ രസകരമായിരുന്നു. ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടക്കുന്ന, എന്നാൽ മുമ്പ് എസ് ഐ ആയിരുന്ന ഒരു പോലീസിൽ എസ് ഐ ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പ് CI ഉണ്ട്. അപ്പോൾ പോലീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും CI ഡൊമിനിക് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ, അങ്ങനെ അത്യാവശ്യം ബുദ്ധിരാക്ഷസനാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരു നായക കഥാപാത്രം. അതിലേക്ക് എന്താ പറയുക, നമ്മുടെ ഗോകുൽ സുരേഷ് എത്തുന്നു. ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെ എന്ന് പറയുന്ന പോലെ വെറുതെ ഡൊമിനിക്കിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയുള്ളൂ. നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ഇറങ്ങിയ വേട്ടയൻ സിനിമയിൽ നമ്മുടെ രജനികാന്തിന്റെ കൂടെ ഫഹദ് ഫാസിൽ നടക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞു പിന്നെ സീരിയൽ പരിപാടി ഒരു പേഴ്സുമായി ബന്ധപ്പെട്ട് ആ പേഴ്സിൽ നിന്നാണ് പിന്നെ ഒരു പ്രധാന ത്രെഡിലേക്ക് എത്തുന്നത് ആ കഥാപാത്രങ്ങൾ. പക്ഷെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർക്കകത്ത് ഒരു കഥാപാത്രത്തെ ഇന്നാളായിരിക്കും ഇതിങ്ങനെ കാണിച്ച് പോകുന്നതല്ലാതെ ഓരോ പുതിയ കഥാപാത്രങ്ങൾ വരുമ്പോഴും എൻഗേജ് ആവുന്നതിന് പകരം ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുന്നു. സിനിമയുടെ ലെങ്ത് വളരെയധികം പ്രശ്നമായിട്ടുണ്ട്. 2.5 മണിക്കൂർ എന്ന് പറയുന്നത് ഇത്തിരി അസഹനീയമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഒരു 2 മണിക്കൂറിൽ തീർക്കാവുന്ന സിനിമ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡയലോഗൊക്കെ വളരെ രസകരമാണ്. പിന്നെ ഗോകുൽ സുരേഷ് ഉള്ളത് കൊണ്ട് അച്ഛൻ സുരേഷ് ഗോപിയുടെ സിനിമകളുടെ കുറച്ച് റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാപ്പച്ചി ദ ലെഗസി എന്ന് പറയുന്ന പാസ്വേഡ് ഒക്കെ അടിക്കുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഡയലോഗൊക്കെ വളരെ രസകരമാണ്.
പിന്നെ മമ്മൂക്കയുടെ തന്നെ സിനിമകളുടെ റെഫറൻസും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ് പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തിയത്. സെക്കൻഡ് ഹാഫ് തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് സീരിയലിനെ തോൽപ്പിക്കുന്ന വിധത്തിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പുരോഗമന ഒരു സാധനത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് റിട്ടേൺ അടിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. ഒട്ടും എൻഗേജ് ആക്കിയില്ല. കുറച്ചുകൂടി എൻഗേജ്ഡ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രസകരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നിയത്. പക്ഷേ അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ പറയുന്ന സമയത്ത് എൻഗേജിങ് എലമെന്റ്സ് സിനിമയിൽ ഉണ്ടാവണ്ടേ, പക്ഷെ ആ ഒരു എലമെന്റ്സില്ല. പിന്നെ മാത്രമല്ല, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക് ഒട്ടും വയ്യാത്ത പോലെ തോന്നി. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ഇടയ്ക്കൊക്കെ പലപ്പോഴും മമ്മൂക്കയുടെ ഒരു എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന പോലെ, സ്ക്രീനിൽ മമ്മൂക്കയെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒട്ടും എനർജി ഇല്ല, ഒട്ടും തീരെ വയ്യാത്ത ഒരു ക്യാരക്ടർ പോലെ തോന്നി. കോക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീരെ വയ്യ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ടോട്ടലി ഒരു ഭയങ്കരമായൊരു മിസ്സിങ് ഫീലാണ് എനിക്ക് സമ്മാനിച്ചത്. സെക്കൻഡ് പാർട്ടിലോട്ട് വേണമെങ്കിൽ ഒരു സാധനം, പക്ഷെ അതും വർക്കായിട്ടില്ല. സെക്കൻഡ് പാർട്ടിലേക്ക് ഗൗതം വാസുദേവൻ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ, പക്ഷെ അതൊന്നും വർക്കായിട്ടില്ല. പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡിറ്റക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഈ എന്താ പറയുക, ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെയൊക്കെ ആ സിനിമകളെയൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള കുറച്ച് ഡയലോഗ് സിനിമ കാണുമ്പോൾ പറയുന്നത്, അതിന്ന ആളായിരിക്കും, കേസ് അന്വേഷിക്കുന്ന ആൾ തന്നെയായിരിക്കും കൊലപാതകി, അങ്ങനെയൊക്കെ പറയുന്ന അതിനെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഡയലോഗ്സ്, അതൊക്കെ രസകരമായിട്ട് തോന്നി. എന്താ പറയാ, പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അതൊക്കെ എന്തിനോ വേണ്ടി ഒരു ക്യാരക്ടർ നമ്മളെ പ്രേക്ഷകനെ ഇങ്ങനെ വട്ടാക്കൂലേ, ഇന്ന ക്യാരക്ടർ ആയിരിക്കും കൊലപാതകി അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചതാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ. പിന്നെ സുഷ്മിത ഭട്ട് നായിക നല്ല രസമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാന സമയത്തെ ആ ഒരു ക്ലൈമാക്സിലെ ഒരു ആശയക്കുഴപ്പം ഉള്ളത് കൊണ്ട് ആണ് ആ ക്യാരക്ടർ പൂർണ്ണമായിട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തത്. പിന്നെ വിജി വെങ്കടേഷ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങനെ പെർഫോമൻസിൽ നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസ് നടത്തുമ്പോൾ സ്ക്രിപ്റ്റ് ഇത്തിരി വീക്കായിട്ട് തോന്നി. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ സിനിമക്കകത്ത് നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.